ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വ്ളോഗുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആഫ്റ്റർ എ വെരി ലോങ് ടൈം. നമ്മളിപ്പോൾ ഇന്ന് കന്യാകുമാരി പോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലാണ് ഊബറും പ്രതീക്ഷ നിൽക്കുക. അത് നമ്മള് ഇപ്പോൾ സമയം വെളുപ്പിന് 1:45. നമ്മളിവിടുന്ന് ഊബറിന് തമ്പാനൂർ പോകും. അവിടെ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനായിരിക്കും നമ്മൾ പോകാൻ പോണത്. ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കുക. നമുക്ക് വേറെ ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗായത്രി, സായുജ്യ, മനീഷ ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ തമ്പാനൂരെത്തി ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു 40 മിനിറ്റ് എടുക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കും. സമയം വെളുപ്പിന് 2:35. പോസ്റ്റാണ് കുറച്ച്. പോസ്റ്റല്ല 2:45 പറഞ്ഞു. കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. കൊല്ലത്തുനിന്ന് തിരിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും പറ ഗായത്രി. നമ്മൾ വെയിറ്റ് ചെയ്യാം ബസ് വരെ. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് കന്യാകുമാരിയിലേക്ക് പോകാൻ. സൺറൈസ് ആദ്യം കാണത്തില്ല എന്ന് വിചാരിച്ചു, പക്ഷെ കണ്ടു. കൊള്ളായിരുന്നു, അടിപൊളി, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ സൺറൈസ് കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് 6:30 അടുപ്പിച്ചായിരുന്നു സൺറൈസ്. നമ്മൾ 5:30, കുറച്ച് ലേറ്റായി. ഗായത്രി 2 വാക്ക്. നല്ലതായിരുന്നു. അനീഷ, ഗുഡ് എക്സ്പീരിയൻസ്. ഹോട്ടൽ ശരവണയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. മസാല ദോശയും കോഫിയും കഴിച്ചു. കുറച്ച് കട്ടിയായിരുന്നു, പക്ഷേ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂടുണ്ടായിരുന്നു. അതെ, എല്ലാം കുറച്ച് വൃത്തിക്കൊക്കെ ചെറിയ കേസരിയൊക്കെ ഉണ്ടായി. അതെ, സായുജ്യം 3 കേസരി എടുത്തു. നന്ദയൊക്കെ എവിടെ കണ്ണട വെച്ച് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു സുനാമി മെമ്മോറിയൽ പാർക്ക് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് നോക്കാം. സ്ലൈഡ് ഉണ്ട്, സീസോയിൽ കയറാം. അതിന് ഏജൊക്കെ ഉണ്ടാന്ന് അറിയില്ല. നീ കയറി നോക്ക്. ആ ഏജ് ഉണ്ട് അതിന്. മൂന്ന് വയസ്സ് പിള്ളേരെ സാധനം. കളിക്കുന്നോ? ഞാൻ കളിക്കണല്ല. പൊളിഞ്ഞങ്ങനെ ഇല്ലില്ല. ഊർന്നോ കൈവിട്. ഇല്ല, വീട്. സേഫ് ലാൻഡ്. എക്സ്പീരിയൻസ് പറ, റിവ്യൂ പറ. അടിപൊളി. ഞാൻ പേടിച്ചു, കുറെ നാളായി ചെയ്തിട്ട്. എങ്ങനെയുണ്ടായി സീസോ? കൊള്ളായിരുന്നു. നല്ലായിരുന്നു. സ്ലൈഡിൽ കയറാല്ലേ? സീസോ ഫണ്ണായിരുന്നു.
എങ്ങനെയുണ്ട്? ഒരു സുഖം കിട്ടണേ? ആത്മീയ സുഖമില്ലേ? അയ്യോ അതേ കയറി എല്ലാരും വാതിൽ കയറാം. നാളെ മതി. മതി, ഇതേ പിള്ളേര് തന്നെ, അവർക്ക് അവസരം കൊടുക്ക്. അതും വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. പക്ഷെ കുറച്ച് ഓയിലിയാണ് ഇത്. ഇൻ മെമ്മറി ഓഫ് ദോസ് ഹു ലോസ്റ്റ് ദെയർ ലൈഫ്സ് ഇൻ സുനാമി. 2004 മരിച്ചവരുടെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു പണിതിരിക്കുന്നത്. ഈ പാർക്കും പണിഞ്ഞിരിക്കുന്നത് കണ്ട സംഭവം കണ്ട. ഇതിന് വലിയ വലിയ അർത്ഥങ്ങളുള്ള സുനാമി പിടിച്ചു നിർത്തുന്നതാണ് നമുക്ക് മനസ്സിലായത്. കയ്യിലെന്തോ ഇരിപ്പുണ്ട് മുറുക്കാനായിരുന്നു. ബോട്ട്. ആ ബോട്ട്. പിന്നെ ഇവിടെ എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് 9.3 on Richter scale. Waves 4.5 meter height ആയിരിക്കും. ചെറിയൊരു പാർക്കാണ്. ഒരു 3 out of 5 കൊടുക്കാം. പിന്നെ സുനാമിയുടെ ഇതല്ലേ. അപ്പം മരിച്ചവർക്ക് വേണ്ടി നമുക്കൊന്ന് 2 മിനിറ്റ് സൈലന്റ് ആവും. ആ മതി മതി മതി. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഇങ്ങേയറ്റത്താണ്. പക്ഷെ നമ്മൾ 2-3 മാസം മുന്നേ നമ്മൾ ഇന്ത്യയുടെ അങ്ങേയറ്റത്തായിരുന്നു. നമ്മളിപ്പോൾ സദേൺ മോസ്റ്റ് പോയിന്റിലാണ്. പക്ഷെ 2-3 മാസം മുന്നേ നമ്മൾ അങ്ങ് 2-3 മാസം സദേൺ മോസ്റ്റ് പോയിന്റ് രാമേശ്വരം അല്ലേ? ഇന്ത്യൻ മെയിൻലാൻഡിന്റെ സദേൺ എന്തോ കണ്ട് ഗൂഗിളിൽ. എന്തായാലും ഏതാണ്ട് ഇന്ത്യയുടെ അറ്റത്തൊക്കെ തന്നെയാണ്. അതാ ഇപ്പൊ ഇപ്പുറത്തെ കടലാണ്. അപ്പുറത്ത് കടല അത് കാണിച്ചു കൊടുക്കാം. അതെവിടെയാ? പക്ഷെ നമ്മൾ 2-3 മാസം മുന്നേ അങ്ങ് കാശ്മീരിലായിരുന്നു. അങ്ങ് കാശ്മീരിലെ മഞ്ഞും മലയുടെ ഒക്കെ നടക്കായിരുന്നു. നമ്മൾ കണ്ടോ? ഇന്ത്യയുടെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ നമ്മൾ കണ്ടു. തിരിച്ചു പോവുകയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെയാണ് സദേൺ റെയിൽവേ എൻഡ് ചെയ്യുന്നത്. അല്ല, എല്ലാ പ്ലാറ്റ്ഫോമും ഇവിടെ വെച്ചിട്ടാണ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. എൻഡ് ഓഫ് സദേൺ റെയിൽവേ. നമ്മളിപ്പോ റെയിൽവേയുടെ ഏറ്റവും അറ്റത്താ. ഇവിടെ ഏതോ വിവേകാനന്ദൻ നിപ്പുണ്ട്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വെളുപ്പിന് ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് തിരിച്ചെത്തിയത്. എല്ലാവർക്കും വയ്യ, എല്ലാവരും ക്ഷീണിച്ചു. ട്രെയിൻ ചെറുതായിട്ട് പണി വെച്ചു. അപ്പൊ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. എക്സ്പീരിയൻസ് കന്യാകുമാരി നൈസായിരുന്നു മൊത്തത്തിൽ എക്സ്പീരിയൻസ്. പക്ഷേ IRCTC-യുടെ ഒരു പിഴവ് കാരണം നമ്മൾ ടയേർഡായി. മൊത്തത്തിൽ അപ്പൊ ഇത്ര ഉള്ളൂ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.